അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ആ വൃക്ഷത്തെ കൈ ചൂണ്ടിക്കൊണ്ട് വിളിച്ചപ്പോ ആ വൃക്ഷമൊന്ന് ആദ്യമൊന്ന് വലത്തോട്ട് ചാഞ്ഞു, പിന്നെ വന്ന് ഇടത്തോട്ടും ചാഞ്ഞു, പിന്നെ വന്ന് പിന്നോട്ട് ചാഞ്ഞു, പിന്നെ വന്ന് മുന്നോട്ട് ചാഞ്ഞു. അവസാനം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അശ്ജാറു സാജിദതൻ തംശീ അലാ സാഖിൻ ബിലാ ഖദമി. കാൽപാദമില്ലാതെ അതാ ഒരു പുരുഷൻ ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിലേക്ക് അതാ കടന്നു വരികയാണ്. ആ വൃക്ഷം കടന്നു വന്നിട്ട് ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ സുജൂദിന് വീണു. ഇതാ അറാബിയായ മനുഷ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാ. ആ മനുഷ്യൻ ചിന്തിച്ചു, ബുദ്ധിയില്ലാത്ത വകവരമില്ലാത്ത ഈ വൃക്ഷമതാ ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ ഒന്നുകൊണ്ട് സുജൂദ് ചെയ്യുമ്പോ ചിന്തിക്കാതെ ബുദ്ധിയുള്ള നമ്മളൊക്കെ എന്തുകൊണ്ടാ നമുക്കൊന്ന് സുജൂദ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഈ ബുദ്ധിയില്ലാത്ത വൃക്ഷം അവിടത്തെ മുമ്പിൽ സുജൂദിന് വേണമെങ്കിലോ, അവിടത്തോട് സലാം പറഞ്ഞെങ്കിലോ, അവിടത്തേക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയെങ്കിലോ, അല്ലാഹുവിന്റെ നബിയേ, ഞാനും അവിടത്തെ മുമ്പിൽ ഒന്ന് സുജൂദിന് വീഴട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പാടില്ല. ലൗ കുന്തു ആമിറു അഹദൻ അൻ തസ്ജുദ ലിഅഹദി ലഅമറതു മർഅതൻ തസ്ജുദ ലിസൗജിഹാ. ഈ ദുനിയാവിന്റെ പുറത്ത് ആരോടെങ്കിലും സുജൂദ് കൊണ്ട് കൽപ്പിക്കുമായിരുന്നെങ്കിലോ, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലോ ഭാര്യമാരോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെന്ന് മദീനത്തെ പൊന്നോമന മലരേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. ആരോടെങ്കിലും ഈ ദുനിയാവിൽ സുജൂദ് കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ തന്റെ പ്രിയപ്പെട്ട പ്രിയത്തോടന്റെ മുമ്പിൽ ഭാര്യമാർ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പ്. അപ്പൊ അത്രത്തോളം കടപ്പാടുകൾ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഉമ്മമാരെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്തിനേറെ അവരെന്തെങ്കിലും ഒരു സാധനം കൊണ്ട് തന്നാൽ അതിന് കുറ്റം പറയാൻ നമ്മൾ പോകരുത്. ഒരു പക്ഷേ നമുക്കതിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അതിന് ഇഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാഹ്, കൊള്ളാം, നല്ലത് എന്നൊന്ന് പറഞ്ഞാൽ അത് അവരുടെ മനസ്സിന് ഒരു സന്തോഷമായാൽ അത് അള്ളാഹുവിന്റെ സന്തോഷമാണ്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷമാണ്. ലോകത്തിന്റെ നേതാവ് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവിടുത്തെ ഭാര്യമാർ വളരെ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ചര്യയാണെങ്കിൽ ആ ചര്യയാണ് എൻ്റെ ഉമ്മ നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല, അവരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇറങ്ങിപ്പോയാൽ കിട്ടുന്നത് 100 രൂപയാണെങ്കിൽ ചില പെണ്ണുങ്ങളുടെ സ്വഭാവം 200 രൂപയുടെ ചിലവ് അവർക്ക് ഉണ്ടാകും. ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ലോകത്തിന്റെ നേതാവിനും അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഭർത്താക്കന്മാരെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. എന്തിനേറെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ. അവരാരും ലോകത്തിന്റെ നേതാവിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല, ആഹാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിഷമപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഞാനൊന്ന് പഠിപ്പിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയാണ് പെങ്ങളെ പറയുന്നത്. ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഓരോ ദിവസവും ഓരോരോ ഭാര്യമാർ അരികിലേക്ക് വരാറുണ്ട്. ഒരു ദിവസം നോക്കുമ്പോ സയ്യിദത്തുൻ നിസാ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിന്റെ ആയത്തുള്ള ചുമര് കൂടി എത്തി നോക്കുമ്പോ അതാ കടന്നു വരുമ്പോ നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി
കടന്നു വരുന്നത് കണ്ടപ്പോ അവിടെ ആയിഷ ബീവി കണ്ണുനീരോടെ കരയുകയാണ്. എന്തിനാണ് കരയുന്നത് എന്നറിയോ? പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ വീട്ടിലേക്ക് വരുന്നത് കൊണ്ടല്ല, ആ ഭർത്താവിനോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുള്ളത് കൊണ്ടല്ല. പിന്നെന്തിനാണ് ആയിഷ ബീവി കരയുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുന്നല്ലോ, എന്റെ വീട്ടിന്റെ കത്തത്തിൽ ഒന്നും തന്നെ കൊടുക്കാറില്ല, നല്ലതുപോലെ കഴിക്കാൻ കൊടുക്കാറില്ല, അത്രത്തോളം ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുമ്പോ നബിതങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് പോയിരിക്കുന്നു. എന്നിട്ടോ തമസഹ ബിയദിഹി അലാ ബത്നിഹി മിമ്മാ അറാ ബിഹി മിനൽ ജൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വയറിങ്ങനെ തടവുകയാണ്. വയറ് വേദന എടുത്തിട്ടല്ല, രോഗമുള്ളത് കൊണ്ടല്ല. പിന്നെന്തിനാണ് തടവുന്നതെന്നറിയോ? മിമ്മാ അറാബിഹി മിനൽ ജൂ. ലോകത്തിന്റെ നേതാവ് പട്ടിണി കിടന്നിട്ടാണ് കടന്നു വരുന്നത്. എന്റെ വീട്ടിലേക്ക് വന്നാൽ ഒന്നും കൊടുക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശപ്പ് മാറാൻ ആഹാരമല്ല കൊടുത്തത്, മറിച്ചോ ലോകത്തിന്റെ നേതാവിന്റെ ചാരത്ത് പോയിരുന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല വയറിങ്ങനെ തടവിട്ട് പറഞ്ഞു, നബിയേ അവിടത്തേക്ക് വല്ലാത്ത വിശപ്പുണ്ടെന്ന് എനിക്കറിയാം, വല്ലാത്ത ദാഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നബിയേ എന്റെ വീട്ടിന്റെ അകത്തൊന്നും കഴിക്കില്ല നബിയേ. ഞാനും ഇന്ന് 3 ദിവസം കൊണ്ട് പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ് നബിയേ. അവിടത്തോട് പറയാ എനിക്ക് മടിയാണ്. അതുകൊണ്ടല്ലാഹുവിന്റെ റസൂലേ എന്റെ വീട്ടിൽ വന്നിട്ട് വിഷമിച്ചിട്ട് പോകല്ല നബിയേ, കണ്ണുനീരോടെ പോകല്ല നബിയേ. ആയിഷ എന്നെ പട്ടിണിയിട്ടെന്ന് മറ്റുള്ള ഭാര്യമാരോട് പറയല്ലേ നബിയേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഇതേപോലെ ഒരവസ്ഥ ഇന്നിപ്പോ നമുക്കുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ നേരം വെളുത്ത് കഴിഞ്ഞ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം മുറിഞ്ഞ് പണിയെടുക്കുന്നവരാണ്. അത് കൊണ്ട് തരുമ്പോ അവരെ കുറ്റം പറയല്ലേ, അവരാക്ഷേപിക്കല്ലേ. അതല്ലാഹുവിന് ഇഷ്ടമല്ല, ലോകത്തിന്റെ നേതാവിന് ഇഷ്ടമല്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ വീട്ടിന്റെ വാതിലില് ഫാത്തിമ ബീവി വന്നതാ നിൽക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിന്റെ വാതിൽക്കൽ ഇങ്ങനെ വന്നു നോക്കുമ്പോഴോ കയ്യിൽ ഒരു അര കഷ്ണം റൊട്ടിയുണ്ട്. ചോദിച്ചു, മോളെ എന്താ നിന്റെ കയ്യിലുള്ളത്? അവിടെ നിന്ന് പറഞ്ഞു, ഉപ്പാ ഞാൻ തന്നെ സ്വന്തമായിട്ട് അരി പൊടിച്ച് കുഴച്ചുണ്ടാക്കിയ, ഗോതമ്പ് പൊടിച്ച് നല്ലതുപോലെ കുഴച്ചുണ്ടാക്കിയ ഒരു റൊട്ടി. പകുതി ഞാൻ അങ്ങോട്ട് മാറ്റി, പകുതി എൻ്റെ ഉപ്പാക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണുകൾ കൂടി കണ്ണുനീരൊലിച്ചു. വല്ലാതെ ഇങ്ങനെ കരയാൻ തുടങ്ങിയ വിധങ്ങൾ. എങ്ങനെ കരഞ്ഞപ്പോ പൂനീല പൂമുല്ല മുസ്തഫ നൂറുള്ള കണ്ണീരാലിർന്നോ തുടിത്ത തങ്ങൾ അകതോടേറ്റവും സ്നേഹമാ പൊന്നാം തങ്ങൾ കണ്ണീരൊലിപ്പിച്ച മുസ്തഫ നൂറുള്ള അങ്ങതാ ഫാത്തിമ ബീവിയോട് ഉറത്ത് പുന്നാരമോളെ നീ കരഞ്ഞിടല്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ
ആ 2 കഷ്ണം റൊട്ടി അതാ 6 കഷ്ണം റൊട്ടിയുമായിട്ട് ലോകത്തിന്റെ നേതാവിന്റെ വീട്ടിന്റെ വാതിൽ പടിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പൊന്നാര കനിയേ, എന്റെ കൽബിന്റെ കഷണമേ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് എന്റെ ഒറ്റ പട്ടിണിയിലാണല്ലോ, വിഷമത്തിലാണല്ലോ എന്നതാ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ റൊട്ടി കൊണ്ടുവന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊന്നുമോളെ ഫാത്തിമ, ഉപ്പയും ആഹാരം കഴിച്ചിട്ട് ഇന്ന് 3 ദിവസമായി പുന്നാരമോളെ. എന്നാൽ അതേപോലെ ആ 3 ദിവസമാണ് പ്രിയപ്പെട്ട ഭാര്യമാരും പട്ടിണി കിടന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരവസ്ഥ ഇന്നിപ്പോ നമുക്കുണ്ട്. 1 നേരമല്ല, 2 നേരമല്ല, 3 നേരമല്ല, നമുക്ക് തോന്നുമ്പോഴൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് നമുക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്തുവല്ലോ. എന്നാലും അവരെ കുറ്റം പറയുന്ന പെണ്ണ്, അവരാക്ഷേപിക്കുന്ന പെണ്ണ്, അവരെ പരിപറയുന്ന പെണ്ണുകള് അല്ലാഹു വലിയുള്ള പ്രവൃത്തി ഇഷ്ടമല്ല. ഒരിക്കലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അല്ലാഹ് എന്റെ ഭർത്താവിന് ഇത്ര രൂപ മാത്രമേ കിട്ടുകയുള്ളൂ, ഇത്ര രൂപ മാത്രമേ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അതിൽ ഒതുങ്ങിയായിരിക്കണം എൻ്റെ ചിലവ് എന്നൊരു ഉറപ്പ് നമ്മൾ എടുത്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തിലും ആനന്ദത്തിലുമാകും. അതല്ല എനിക്കത് വേണം, അത് വേണം, മറിച്ച് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ പറയാ, ഇങ്ങനെയുള്ള പോക്ക് പോയാൽ നമ്മുടെ ഭർത്താവിന്റെ മനസ്സിനതൊരു വേദനയാണ്, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വല്ലാത്തൊരു കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ വേദനിപ്പിക്കാനും അവരെ കുറ്റം പറയാനും പോകരുത്. ഇതാരുടെ ചര്യ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യാണ്. ഭർത്താക്കന്മാർ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മമാരെ വളരെ കറക്റ്റായി ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് ഞാൻ പറയൂല. അദ്ദേഹം എന്ത് പറയുന്നു അത് മാത്രം ഞാൻ അംഗീകരിക്കും, സന്തോഷത്തോടുകൂടി ജീവിക്കും എന്നൊരു ഉറച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് പോയാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ മുതൽ ഖബറിലേക്ക്, ഖബർ മുതൽ അള്ളാഹുവിന്റെ മഹ്ശറ, ഇവിടൊക്കെ നമുക്ക് വിജയിക്കാൻ ഏറ്റവും നല്ല കാര്യമാണ്. അല്ലേ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞേ? അൽ മർഅതു ലാ തുഅദ്ദി ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ. അള്ളാഹുവിനോടുള്ള കടപ്പാട് ഒരു പെണ്ണ് വീടണമെങ്കിൽ ആദ്യം അവളുടെ ഭർത്താവിനോടുള്ള കടപ്പാട് തീർത്തവളായിരിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭർത്താവ് ഒരു വഴിക്ക് നീ പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. അങ്ങനെ പോയാൽ, ഭർത്താവ് പോകരുതെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ പെണ്ണ് തിരിച്ചവളുടെ വീട്ടിലേക്ക് എത്തുന്ന സമയം വരെ അള്ളാഹുവിന്റെ ലഅനത്തിന്റെ മാലാഖമാർ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിനോട് ചോദിക്കുക, ഞാൻ ഇന്ന വീട്ടിൽ ഇന്ന കല്യാണം ഉണ്ട്, ഞാൻ പോകട്ടോ എന്ന് ചോദിക്കുമ്പോ അവര്, നീ ഈ കല്യാണത്തിന് നീ പോകണ്ട, ശരി ഞാൻ പോകുമല്ലോ എന്നും പറഞ്ഞ് ഫോണും വെച്ച് ബിസ്മില്ലാ പിറ്റേ സുബഹി നമസ്കരിച്ച് നേരെ ഇറങ്ങിയാൽ ആ സമയം മുഴുവൻ ലഅനത്തുൽ മലായികത്തു ഹത്താ തർജിഅ, ആ പോക്ക് അത് അള്ളാഹുവിന്റെ ലഅനത്തിന്റെ മാലാഖമാരുടെ ശാപം ഉണ്ടാക്കിയെടുക്കാനുള്ള പോക്കാണ്. ആ സമയത്തെന്താണ് നീ വഴിയോരത്ത് വെച്ചുകൊണ്ട് മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ സ്വർഗം നിനക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പോകുന്ന പോക്കിൽ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ വാക്കിനെ അംഗീകരിക്കാതെ ഒരു പെണ്ണിറങ്ങി തിരിച്ചാൽ ആ സമയത്തെങ്ങാണം ആ പെണ്ണ് മരണപ്പെട്ടു പോയാൽ സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണ് അടിക്കില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചൊരു ഉറച്ച തീരുമാനം, എന്റെ ഭർത്താവ് പറയുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ. അള്ളാഹുവിനോടുള്ള കടപ്പാട് വീഴണമെങ്കിൽ ആദ്യം ഭർത്താവിനോടുള്ള കടപ്പാട്. അതുകൊണ്ട് ഇവിടെ വെച്ച് നല്ല ഉറച്ചൊരു തീരുമാനം, അള്ളാഹ് ഈ പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരും. ഇനി എങ്ങനെ ഒരു പെണ്ണ് ഭർത്താവിന്റെ വാക്കിനെ അംഗീകരിച്ചു, അങ്ങനെ അംഗീകരിച്ചൊരു പെണ്ണാണെങ്കിൽ
الطير في الهواء والحيتان في الماء والملائكة في الأرض والملائكة في السماء والشمس والقمر ما دامت في رضا زوجها. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്നത് ഭർത്താവിന്റെ വാക്കുകൾ അംഗീകരിച്ച് അവനെ സ്നേഹിച്ച് അവനെ ബഹുമാനിച്ചൊരു പെണ്ണ്, ആ പെണ്ണിന് വേണ്ടിയിട്ട് പശ്ചാത്തപിക്കുന്നത് ആരൊക്കെയെന്നറിയോ? ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷിപർവാദികൾ ആ പെണ്ണിന് വേണ്ടിയിട്ട് പൊറുക്കന്നെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ എല്ലാ മത്സ്യങ്ങളും ഭർത്താവിന്റെ വാക്കിനനുസരിച്ച് പെണ്ണിന് വേണ്ടിയിട്ട് പൊറുക്കലിന് ചോദിക്കുകയാണ്. ആകാശഭൂമിയിലുള്ള എല്ലാ മാലാഖമാരും അല്ലാ ഈ പെണ്ണിനിക്ക് നീ പുറത്തു കൊടുക്കല്ല, ഈ പെണ്ണിന്റെ പാപങ്ങൾ നീ ഇല്ലാതാക്കല്ല, സന്തോഷം കൊടുക്കല്ല, ആനന്ദം കൊടുക്കല്ല എന്ന് അല്ലാഹുവിന്റെ മാലാഖമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടില്ല. സൂര്യനും കമരോ ചന്ദ്രനും അവളവക്കുള്ള ഭർത്താവിന്റെ പൊരുത്തത്തിൽ കഴിയുന്ന ഏതൊക്കെ ഒരു സെക്കൻഡാണോ, ഏത് നിമിഷത്തിലാണോ, ഏത് മണിക്കൂറിലാണോ, ഏതൊരു ദിവസമാണോ, ഈ സമയത്തൊക്കെ അള്ളാഹുവിന്റെ മാലാഖമാരും ഈ പറയപ്പെട്ട മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്തില്ലേ മനുഷ്യരെ? പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ, മദീനത്തെ വെണ്ണിലാവേ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിൽ മാനവീയ വിപ്ലവത്തെ ചാപ്പിക്കൊടുത്ത ലോകത്തിന്റെ സയ്യിദേ മുഹമ്മദ് മുസ്തഫ. ബഹുമാനമുള്ളവരെ, മദീനയുടെ മണലാരണ്യത്തില് എല്ലാ മണൽത്തരികളും ഓരോ ദിവസവും സ്വലാത്തുകൾ ചൊല്ലുമെങ്കിൽ ആ ഒരു മണൽത്തരിയുടെ പവറെങ്കിലും നമുക്ക് വേണ്ടേ? അതുകൊണ്ട് ഉറക്ക മദീനത്തേക്ക് പോകട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ലോകത്തിന്റെ നേതാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള പെണ്ണേ, ഭർത്താവിന്റെ വാക്കിനെ അംഗീകരിച്ചാൽ അതിനെ അങ്ങ് സമ്മതിച്ചു കൊടുത്ത നിനക്ക് സന്തോഷമാണ് ഉമ്മ. എന്തിനേറെ ലോകത്തിന്റെ നേതാവിന്റെ കാലഘട്ടത്തില് ഒരു പെണ്ണിനോട് ആ പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞു, പെണ്ണ് അതാ ഞാനെന്ന് കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ചു മടങ്ങി വരുന്നത് വരെ നീ നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ട പെണ്ണിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെതാ പോയിട്ട് രണ്ടാമത്തെ ദിവസം ഓ പെണ്ണതാ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വിക്രിലും ഖുർആനുമായി തീർക്കുന്ന സമയം പ്രിയപ്പെട്ട ഉമ്മേതാ പറഞ്ഞു വിടുന്നു, അല്ലയോ പുന്നാര മകളെ, ഇപ്പൊ സുഖമില്ലാതെ കിടക്കുകയാ, ആ ഉപ്പാരെ ഒന്ന് കാണാ എന്ന് പറഞ്ഞേ മോളെ. ആ മനുഷ്യരെ പറഞ്ഞു വിടുമ്പോ അതേ മറുപടിയുമായിട്ടാ പെണ്ണ് പറഞ്ഞു വിടുന്നത് ആരിലേക്കെന്നറിയോ? ഇലാ ഹദറത്ത് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ആ ഹദറത്തിലേക്ക് പറഞ്ഞു വിടുന്ന നബിയേ, എന്റെ ഉപ്പേതാ രോഗിയായിട്ട് കിടക്കുകയാണ്, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ മടങ്ങി വരുന്നത് വരെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് പോകട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട മോളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാക്കിനാകല, അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറഞ്ഞപ്പോ ഇതേപോലെ ഉമ്മാനോട് ചെന്ന് പറയുകയാണ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും ആ മനുഷ്യൻ വരുന്നു, മോളെ ഫാത്തിമ, നിന്റെ ഉപ്പാന്റെ വേഗം വർദ്ധിച്ചിരിക്കുകയാണ്. ഓ
ഉപ്പാണെന്ന് കാണാ ചെല്ലാ നിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യവും പറഞ്ഞു, മോളെ ഉപ്പാക്ക് സുഖമില്ല, അതുകൊണ്ട് നീ ഒന്ന് വരണം. എവിടെ? ആ സമയത്തും ഇതേപോലെ ലോകത്തിന്റെ നേതാവിന്റെ അടുക്കലേക്ക് ആളിനെ വിട്ടു. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, പാടില്ല, നിന്റെ ഭർത്താവിന്റെ വാക്കിനെ അംഗീകരിച്ചാൽ മതി. മൂന്നാമത്തെ പ്രാവശ്യവും ആളിനെ വിട്ടു. ഫാത്തിമ, നിന്റെ ഉപ്പ സക്കറാത്തിന്റെ ഹാലിലാണ്, ഇനിയെങ്കിലും നിന്റെ ഉപ്പാരമൊന്ന് കാണാ നിനക്ക് വന്നുകൂടെ പുന്നാര മകളെ ഫാത്തിമ. ഫാത്തിമ ബീവിയോട് ഇങ്ങനെ പറയുമ്പോ അവിടെ വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കാലിനെ വിടുകയാണ്. നബിയേ, എന്റെ ഉപ്പ സക്കറാത്തിന്റെ ഹാലിലാണ്, ഞാനൊന്ന് പോകട്ടോ നബിയേ? വേണ്ട മോളെ, വേണ്ട, നിന്റെ ഭർത്താവിന്റെ വാക്കിനാണ് വില, അവിടെയാണ് എന്റെ പൊരുത്തം, അതുകൊണ്ട് പോകണ്ട പെണ്ണേ. അതാ നാലാമത്തെ പ്രാവശ്യം ആള് വരികയാണ്. മോളെ ഫാത്തിമ, നിന്റെ ഉപ്പ മരണപ്പെട്ടിരിക്കുകയാ, ഈ ലോകത്തിന്റെ വിട പറഞ്ഞു പോയിരിക്കുകയാ ഫാത്തിമ. ഇനിയെങ്കിലും ഒന്ന് കാണാ നിന്റെ ഉപ്പാന്റെ ചേർത്ത് കിടക്കുന്ന ശരീരമെങ്കിലും നിനക്കൊന്ന് കാണാ, ഒന്ന് വന്നുകൂടെ പുന്നാര മകളെ ഫാത്തിമ എന്ന് ഫാത്തിമയോട് പറയുമ്പോ അവിടെ ആളിനെ വിടുന്ന നബിയേ, എന്റെ ഉപ്പേതാ മരണപ്പെട്ടു പോയിരിക്കുകയാണ്, എന്റെ ഉപ്പാന് ജനാസ കാണാനെങ്കിൽ ഞാനെന്ന് പോകട്ടെ നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട മോളെ, വേണ്ട, നിന്റെ ഭർത്താവിന്റെ വാക്കിനാണ് വില. അതാ ഫാത്തിമ അതാ തന്റെ വീട്ടിന്റെ മണിമുകളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോ എല്ലാവരും കേറിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഉപ്പാന സന്ദേഹത്തിലിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ഇങ്ങനെ വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലിക്കൊണ്ടിങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്റെ ഉപ്പാനെ കാണാ എന്റെ സഹോദരങ്ങൾ വന്നല്ല അല്ലാ, എന്റെ അയൽവാസികൾ വന്നല്ല അല്ലാ. അല്ലാഹുവേ, എനിക്ക് മാത്രം എന്റെ ഉപ്പാന് ജനാസ കാണാ എനിക്കൊന്ന് കഴിഞ്ഞില്ലല്ലോ അല്ലാ എന്നിങ്ങനെ കണ്ണുനീരോട് വേദനയോട് പ്രിയപ്പെട്ട പെങ്ങളിങ്ങനെ ഇരിക്കുണ്ടടാ. ഒരാൾ വേറെന്നുകൊണ്ട് വിളിക്കുന്ന ഫാത്തിമ, നിനക്കൊരു സന്തോഷ വർത്തമാനമുണ്ട് മോളെ ഫാത്തിമ. എന്ത് വർത്തമാനമാണ്? എന്റെ ഉപ്പ എന്ന് മരണപ്പെട്ട ആ വിഷമത്താലും വേദനയാലുമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എനിക്കെന്ത് സന്തോഷമാ. സമയത്തവിടെന്ന് പറയുന്നു, നീയടാ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാക്കിനനുസരിച്ചുവല്ലോ, ഭർത്താവിന്റെ വാക്കിനെ നീ കേട്ടുവല്ലോ, ഭർത്താവിനെ നീ ഇഷ്ടപ്പെട്ടുവല്ലോ. അതുകൊണ്ട് പൊന്നുമോളെ ഫാത്തിമ, ഈ ഒരു കാരണത്താ നിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഭാവങ്ങളല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പൊരുത്തപ്പെട്ട് കൊടുത്ത് പൊന്നുമോളെ ഫാത്തിമ, നിന്റെ ഉപ്പ സ്വർഗത്തിന്റെ അകലകാരാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബിയേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള വർത്തമാനം നിന്നോട് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഇവിടേക്ക് പറഞ്ഞു വിട്ടതാണ് ഫാത്തിമ. ഭർത്താവിന്റെ വാക്കിന് അംഗീകരിച്ചപ്പോ, ഭർത്താവിന്റെ വാക്കിന് ഇഷ്ടപ്പെട്ടപ്പോ, തന്റെ ഉപ്പ മരണപ്പെട്ടിട്ടും പോകാതെ ലോകത്തിന്റെ നേതാവിനോട് അനുവാദം ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, പാടില്ല, നിന്റെ ഭർത്താവിന്റെ വാക്കാണ് നല്ല വില, അതിനെ നീ അംഗീകരിക്കാൻ പറഞ്ഞപ്പോ ഭർത്താവിന് ഇഷ്ടപ്പെട്ട് ഭർത്താവിന്റെ വാക്കുകൾ അംഗീകരിച്ചത് കൊണ്ട് ആ പെണ്ണിന്റെ ഉപ്പാന്റെ സകലമായ പാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് പൊരുത്തപ്പെട്ടു കൊടുത്തെങ്കില് ഇന്നിന്റെ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രിയ
പ്രിയപ്പെട്ട ഭർത്താവ് ഇന്ന വഴിക്ക് നീ പോകല്ലെന്ന് പറഞ്ഞിട്ട് ആ വഴിയിലേക്ക് പോകാതിരുന്ന പെങ്ങൾ പറയുന്നുണ്ടോ, ഭർത്താവിന്റെ വാക്കിനെ അംഗീകരിക്കാതെ അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്നെ പോകാൻ സമ്മതിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് 100 കൂട്ടം ചീത്തകളും മനസ്സിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആധുനിക ലോകത്തിലെ പെണ്ണന്മാരോട് ഞാനെന്ന് പറയട്ടോ, പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും പാടില്ല. അവരുടെ വാക്കിന് വലിയ വിലയാണ്, വലിയ സ്ഥാനമാണ്. അവരുടെ വാക്കിന് നമ്മൾ അംഗീകരിച്ചാലേ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വിജയമുള്ളുവെന്ന് ലോകത്തിന്റെ നേതാവ് പരിശുദ്ധ നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉറപ്പിച്ചു കൊള്ളുക. ഇവിടെ വെച്ച് ഇൻഷാ അല്ലാഹ്, ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ടൊന്ന് ഉറപ്പിച്ചോടി, ഇൻഷാ ഇനി എൻ്റെ ഭർത്താവിൻ്റെ വാക്കിന് ഞാൻ അംഗീകരിക്കും, എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞാൽ, അവരുടെ വാക്കിനെ കേട്ടാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സുന്ദരമായ സ്വർഗത്തിന്റെ അനുഭൂതികളാണ്. അവിടെ നമുക്ക് എത്തിപ്പെട്ടാൽ പിന്നെ എന്താ, അവനൊന്നും വേണ്ടല്ലോ. നമ്മൾ ഇവിടെ എന്ത് ചോദിച്ചാലും കിട്ടും. എന്ത് ഇവിടത്തെ നല്ല, ഇനി എന്ത് ഇവിടത്തേനേക്കാൾ നല്ല ഉഷാറുള്ള സാധനങ്ങൾ അവിടെ കിട്ടും. നല്ല പഴങ്ങളും നല്ല പലവർഗ്ഗങ്ങളും. നമ്മൾ ഇനി എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ കിട്ടണമെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് ഭർത്താവിനെ വന്ന് അംഗീകരിച്ച് അവരെ വന്ന് ബഹുമാനിച്ചാൽ അതിലുള്ള കൂലി നമുക്ക് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു പെണ്ണ് ഓടി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലേ, ഇന്നൽ ജിഹാദ കതബഹുല്ലാഹു അല റിജാൽ, അള്ളാഹിൻ്റെ റസൂലേ, യുദ്ധം അത് പുരുഷന്മാർക്ക് മാത്രമാണല്ലോ അള്ളാഹുവും ഹബീബായ റസൂലുള്ളാഹി തങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജനാസ ചുമക്കുവാൻ വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടിയും പള്ളിയിലേക്കൊക്കെ പോകാൻ അവർക്കാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ അനുവാദം. എന്നാൽ അവർക്ക് കിട്ടുന്ന കൂലി നമുക്ക് കിട്ടുമോ നബി എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ത്വാഅത സൗജി ഇഅ്തിറാഫൻ ബിഹഖിഹി അദ്ലു ദാലിക, തന്റെ ഭർത്താവിന്റെ വാക്കിനെ അംഗീകരിച്ചുകൊണ്ട് അതേ പ്രകാരം കേട്ട് അനുസരിച്ച് നീ ജീവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂലികൾ മുഴുവൻ നിനക്ക് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട ഒരു സ്വഹാബിയുടെ ഭാര്യ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാ, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നല്ലാഹ ബഅസക അലൽ റിജാലി വന്നിസാ, അള്ളാഹുവിന്റെ റസൂലെ, അവിടത്തെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നല്ല ഉത്തമനായിട്ടുള്ളൊരു നേതാവായിട്ടാണ്. ആമന്നാ ബിക വത്തബഅനാക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അവിടത്തെ നാം നല്ലതുപോലെ അംഗീകരിച്ചു വിശ്വസിച്ചു. പക്ഷേ മാത്രമല്ല, മഖ്സൂറാത്തുൻ മഹ്ദൂറാത്തുൻ ഖവാഇദ ബുയൂത്ത്, പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിന്റെ അകത്തട്ടിൽ 4 ചുമരുകൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ പുരുഷന്മാർ വെളിയിൽ പോകുന്നു, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കുന്നു. പക്ഷേ നമുക്കതിനുള്ള ഒരു കഴിവുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഇതിനുള്ള കാരണം? മാത്രമല്ല, പുരുഷന്മാരുടെ വിചാരങ്ങൾ ഞങ്ങളിലാണല്ലോ തീർക്കുന്നത്. അവരുടെ മക്കളെ ഗർഭം ചുമക്കുന്നതും നമ്മളാണ്. പക്ഷേ നമ്മുടെ വീട്ടിന്റെ ഈ ചുറ്റുവട്ടത്തിൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് വെളിയിലേക്ക് പോകാൻ നല്ലതുപോലുള്ള ഒരു അനുവാദമില്ല. പക്ഷേ ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കൂലി നമുക്ക് കിട്ടുമോ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ, ഇന്ന ഹുസ്നത കുന്നലി സൗജിഹാ വതലബുൽ മർലാതിഹി, നിന്റെ ഭർത്താവിന്റെ പൊരുത്തം നിനക്കുണ്ടെങ്കില്, നിന്റെ ഭർത്താവിന്റെ തൃപ്തി നിനക്കുണ്ടെങ്കില്, ഇതിനേക്കാൾ എല്ലാം കൂലി പഠിച്ചോ, ഇതിനേക്കാളും കൂലി നിനക്ക് കിട്ടുമെന്ന് മദീനത്തെ വെണ്ണിലാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാളും കൂലി നമ്മൾ എവിടെയും പോണ്ട. ചില ആളുകൾ പറയാറുണ്ട്, എന്താ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പോകാം, പള്ളിയിൽ പോകാം എന്നൊക്കെ പറയാറുണ്ട്.
പക്ഷെ അവരുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടൂല്ല. അതൊരു ചായ കൂടി ബന്ധത്തിലുള്ളൊരു പൊരുത്തം മാത്രമേ ഉണ്ടാവൂ, അല്ലാതെ അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? നിങ്ങളുടെ വീട്ടിന്റെ 4 ചുമരിന്റെ ഇടയിൽ നിങ്ങൾ കിടന്നാൽ അവിടെ നിങ്ങളുടെ എല്ലാ സന്തോഷവും നിങ്ങൾ അവിടെ കണ്ടെത്തിയാൽ ഇതിനേക്കാളും കൂടി നാളെ അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തില് അള്ളാഹു താഴ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മദീനത്തെ വെണ്ണിലാവേ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നബി തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വളരെ വിശ്വസിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാവുന്ന ഒരുക്കോ സഹോദരങ്ങളെ. അള്ളാഹു താല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് ചെറിയൊരു സ്വഭാവമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കളോട് ഇങ്ങനെ ചോദിക്കുക, എന്താ നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം എന്നറിയോ? സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല റസൂല്, നമുക്ക് എന്താണെന്ന് അറിയില്ല. അവർ ഏറ്റവും കൂടുതൽ നന്ദി കേട് കാണിക്കുന്നവരാണ്. ഇവിടെയുള്ളവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറഞ്ഞേട്ടോ. ഏറ്റവും കൂടുതലും നന്ദി കേട് കാണിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബിയേ? അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ അപമര്യാദയായിട്ട് പെരുമാറുന്ന അത് പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് അവർ വളരെയേറെ നന്ദി കെട്ട ഒരു കൂട്ടത്തിൽപ്പെട്ടവരാണ് പെണ്ണുങ്ങൾ. പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങളൊന്നും അല്ല, ആ എങ്ങനെയുള്ളവരെ ഭർത്താവിന് അംഗീകരിക്കാത്തവരെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നത്. എന്തിനേറെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഗ്രഹണ നമസ്കാരം നമസ്കരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് അതാ എന്തോ ഒരു സാധനം എടുക്കുന്നത് പോലൊന്ന് മുന്നോട്ട് പോയി അതിനേക്കാൾ വളരെ വേഗത്തിൽ പിന്നോട്ട് വരികയാണ്. ഇത് കണ്ടുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇതേപോലെ ഒരു നമസ്കാരം നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് നബിയെ ആദ്യമായിട്ട് അവിടേക്കൊന്ന് മുന്നോട്ട് പോയി, എന്നാൽ അതിനേക്കാൾ സ്പീഡിന് പിന്നോട്ട് വന്നല്ലോ നബിയേ, ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സ്വഹാബാ, ഞാനതാ നരകം കഥ ഞാൻ ആദ്യം മുന്നോട്ട് പോയത് അതാ അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഒരു മുന്തിരിക്കുല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അത് പറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ വളരെ പെട്ടെന്ന് നരകം എന്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെട്ടു. ആ നരകത്തിലേക്ക് ഞാൻ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ കണ്ടുപോയ പെണ്ണുങ്ങളാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, ആ പെണ്ണുങ്ങൾ ഈ നരകത്തിൽ വരാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കുഫ്റുഹുന്ന, അവരുടെ കുഫർ കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്ത് കുഫറാണ്? അയക്ഫുറുന ബില്ലാഹ്, അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചതാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലാകി യക്ഫുറുനൽ അശീർ, അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടല്ല. അതാ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ എത്ര നല്ലതുപോലെ നോക്കിയാല്, എത്ര സന്തോഷത്തോടുപോലെ നോക്കിയാല്, എത്ര നല്ല വർത്തമാനങ്ങൾ പറഞ്ഞാലും ആ ഭർത്താവിന് അംഗീകരിക്കാത്ത പെണ്ണാ, ആ ഭർത്താവിന് കുറ്റം പറയാത്ത പെണ്ണാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ ഭർത്താവാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിന്റെ അടിത്തട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടത് അത് പെണ്ണുങ്ങളെയാണ്. കാരണം എന്താ? അവരുടെ ഭർത്താവിനോട് അപമര്യാദയായിട്ട് പെരുമാറി അവരുടെ വാക്കിനെ കേൾക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയതിൻ്റെ കാരണത്താലാണ്. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, നമ്മളെപ്പോഴും നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ കാണണം. അവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നല്ലൊരു സന്തോഷമുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. അല്ലാതെ അവരിങ്ങനെ വളരെ പാടുപെട്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വിയർപ്പുമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കടന്നൽ കുത്തിയ മാതിരി നിന്നാൽ അവരുടെ മനസ്സ് എങ്ങനെ ഉണ്ടാവും? ചിന്തിച്ച് നോക്കിക്കേ അല്ലേ?
ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ പിടിച്ച പുലിക്ക് എന്താ ചൊല്ലണം, ഞാൻ അതേ പോണില്ല, അവർ പിടിച്ച മുയലിന് 3 കൊമ്പല്ല, അങ്ങനല്ലേ? അവർ എന്ത് പറയുന്നോ അത് അവർക്ക് കിട്ടിയിരിക്കണം. ആ ഒരു സ്വഭാവം അത് യഹൂദികളുടെ സ്വഭാവമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പോകുന്ന വഴിക്ക് വണ്ടി ആടാൻ നിൽക്കണ്ട നിങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്നത്, നല്ല രീതിയിൽ നല്ലതുപോലെ അവരോട് പെരുമാറണം. അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. എന്തുകൊണ്ടാണ് നബി തങ്ങൾ ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം? സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം എന്താ? അവിടെന്ന് പറഞ്ഞു, അല്ലയോ സ്വഹാബ, നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് നേരിട്ടൊന്ന് ചോദിക്കാനില്ല, ചെന്നുകൊണ്ട് വിളിച്ചു. ഒരു മറയ്ക്ക് പിന്നിൽ അവര് വന്ന് നിന്നു. എന്താ കാര്യം? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഞാൻ ഒരുപാട് നമസ്കരിക്കാറില്ല, ഒരുപാട് നോമ്പ് പിടിക്കാറില്ല, ഒരുപാട് സക്കാത്തൊന്നും ചെയ്യാറില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ എന്റെ ഭർത്താവിന് കുളിക്കാൻ ഞാൻ വെള്ളം നല്ലതുപോലെ മാറ്റിവെക്കാറുണ്ട്. എന്റെ ഭർത്താവിന് കുളിച്ചിട്ടിടാൻ വേണ്ടി നല്ല വസ്ത്രങ്ങൾ ഞാൻ മാറ്റിവെക്കാറുണ്ട്. നല്ലതുപോലെ ആഹാരം പാചകം ചെയ്തുകൊണ്ട് മാറ്റിവെക്കാറുണ്ട്. ഈ ഒരു കാര്യം മാത്രമാണ് എന്നും മുടങ്ങാതെ ഞാൻ ചെയ്യുന്നതെന്ന് ഉമറിന്റെ ഭാര്യ പറഞ്ഞപ്പോ സ്വഹാബാക്കള് പരസ്പരം പറഞ്ഞു, ഇത് തന്നെയാണ് ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ കാരണം. ഇതുവരേക്കും ആ ഒരു കാര്യം മുടങ്ങിയിട്ടില്ല. വേറെ എന്ത് മുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു കാര്യത്തിൽ ഈ ഉമറിന്റെ ഭാര്യ ഇന്നേവരേക്കും മുടങ്ങിയിട്ടില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാലോ ഇന്നുള്ള പെങ്ങളെ നിങ്ങളെ പോയല്ല, നിങ്ങൾ പറയുന്ന സാധനം കൊണ്ട് വന്നിട്ടില്ല എങ്കിൽ കടന്തര കുത്യമാരെന്നവിടെ നിൽക്കൂല. പക്ഷെ ഇവരൊക്കെ എന്താണ്? സ്വഹാബാക്കളുടെ ഭാര്യമാരല്ല, കഷ്ടതകളും യാതനകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചവരാണ്. അവരാരും ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടില്ല, അവരാരും ചീത്ത വിളിച്ചിട്ടില്ല, ഭർത്താവിനെ വാക്കുകൊണ്ടവർ അടിച്ചിട്ടില്ല. എന്താ പറയുന്നത്? ഒരു അടിയടിച്ചാൽ അത് മാഞ്ഞു പോയി, ഒരു വാക്ക് പറഞ്ഞാൽ മായൂല. ഇതാ കാരണം അല്ലേ? ഒരു കാര്യം, എന്നാലും എൻ്റെ ഭാര്യ ഇത്രയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടും അവൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അത് ഭർത്താവിന്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്. ഈ വേദന എവിടേക്കാ പോകുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ സമക്ഷത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയാലോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇവിടെ നമുക്ക് പരാജയം സംഭവിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അല്ല, അള്ളാഹുവിന്റെ ലഅനത്തിന്റെ മാലാഖമാരായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കരുത്. എന്താ? അള്ളാഹ് നീ പുറത്തു കൊടുക്കണേ, അള്ളാഹ് ഈ പെണ്ണിനെ ശപിക്കണേ, അള്ളാഹ് അതിലേക്ക് പോകരുത്. അതുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തം നമുക്ക് വേണം. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വഹാബാക്കളുടെ ഭാര്യമാരുടെ ജീവിതം, അവരോടുള്ള അവരുടെ എല്ലാ കടമകളും നമ്മളും കൊണ്ടുവന്ന നമ്മളതാ രക്ഷപ്പെട്ട് പെണ്ണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സ്വഹാബി ഒന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൻ നിസാഇ ഖൈറു യാ റസൂലല്ലാഹ്, പെണ്ണുങ്ങളിൽ വെച്ച് ഏത് പെണ്ണാണ് ഉത്തമയായ പെണ്ണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, തസ്റുഹു ഇദാ നളറാ, പെണ്ണിലേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ ആ പെണ്ണ് നിന്നെ സന്തോഷിപ്പിക്കും. അങ്ങനെയുള്ള പെണ്ണാണ് ഖൈറായ പെണ്ണ്. മാത്രമല്ല എന്തു പറഞ്ഞാലും ആ പെണ്ണതങ്ങ് അംഗീകരിക്കും. അങ്ങനെയുള്ള പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉറപ്പിച്ചോളി എൻ്റെ ഉപ്പമാരെ ഉമ്മമാരെ, നമ്മുടെ ഈ ഒരു ജീവിതം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതം, ഇത് സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കുമെന്ന് നമ്മളൊന്ന് ഉറപ്പിച്ചോളി. ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും, നല്ല ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സ, അല്ലാഹ് നമ്മുടെ മക്കളൊക്കെ ആത്മാർത്ഥ ഇൻഷാ അല്ലാഹ് പറയുന്നത്. ഭാവിയിൽ അല്ലാഹു തആല അവരങ്ങനെ ആക്കട്ടെ. ഒന്ന് ഉറക്കാമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തആല സ്വീകരിക്കും. ഒരു 3 സ്വലാത്ത് പോട്ടെ മദീനയിലേക്ക്. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലി സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന ഉപ്പമാര്, മക്കള്, പ്രിയമുള്ള ഉമ്മമാര് എല്ലാവരെയും നീ കാട്ടിക്കൊടുക്കണേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നലെയും ഇന്നുമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ അമൽ ചെയ്യും. എന്നാലേ നമുക്ക് വിജയമുള്ളൂ. അല്ലാഹു തആല നല്ലത് കേട്ട് നല്ലത് പഠിച്ച് നല്ലത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സദാസമയത്തും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാം. ആ ഒരവസ്ഥ അല്ലാഹ് ഇപ്പൊ എൻ്റെ അടുക്കലല്ലേ, ഒരു ദിവസം ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ 7 തവണ അസ്റാഈൽ വരും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക, ഒരു ദിവസം ഒരു മനുഷ്യന്റെ അടുക്കൽ 7 തവണ അസ്റാഈൽ വരും. ചിലപ്പോൾ ഈ സദസ്സിലുണ്ടോ എന്ന് അറിയാൻ പറ്റൂല, അപ്പുറത്ത് നോക്കണ്ട കസേരയിൽ ഉണ്ടോന്ന്, ഇവിടെ ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റൂല. 7 തവണ വരുമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടുക്കലാണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയാണോ ഇനിയിപ്പോൾ എൻ്റെ അടുക്കൽ നിൽപ്പുണ്ടോ എനിക്കറിയാൻ പറ്റൂല. അതുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്, എല്ലാം ചൊവ്വാകണമെങ്കിൽ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം ചൊവ്വാകണമെങ്കിൽ, നമസ്കാരം നല്ലതുപോലെ ഉണ്ടാകണമെങ്കിൽ, നോമ്പ് നല്ലതുപോലെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലോ, സദാ സമയത്തും നിന്റെ മുമ്പിൽ അസ്റാഈലിനെ കണ്ടുകൊണ്ട് ജീവിക്കട്ടെ മുഹമ്മദ് മുസ്തഫ. എല്ലാം ശരിയാവും. എല്ലാ കാര്യങ്ങളും ശരിയാവണമെങ്കിൽ മരണം നമ്മുടെ മുമ്പിലുണ്ട്, അസ്റാഈലിന്റെ കൂടെയുണ്ട് എന്നൊരു ചിന്ത. നമ്മുടെ ഈ വീടൊക്കെ പോകും. ആ കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പൊന്നേ, എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പൊന്നേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുൾ കൂട്. കൂട്ടുകാരും അവിടെയില്ല, കബറന്ന കൂട്ടു മറ്റാരുമില്ല. ഈ ദുനിയാവിന്റെ പുറത്തു നിന്ന് പോകുമ്പോ 6 അടി മണ്ണാകുന്ന നമ്മുടെ യഥാർത്ഥ വീട്, അവിടേക്ക് നമ്മൾ പോകുമ്പോ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വല്ലതും സമ്പാദിച്ചു കൊണ്ട് പോകണ്ടേ പ്രിയമുള്ളവരെ. ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നല്ല അമലുകൾ ചെയ്ത് സന്തോഷകരമായിട്ട് നമ്മൾ പോകണം. അങ്ങനെ പോയില്ല എങ്കിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുടിയിൽ നമ്മൾ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കുക, അല്ലാഹുവേ ഞാൻ എന്റെ ജീവിതം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പാതയിൽ മുന്നോട്ട് വെക്കും. അതല്ലാതെ എന്റെ ആയുസ് ഞാൻ കൊന്നുകളയില്ല അല്ലാഹ്. എന്റെ ആയുസ്സിനെ ഞാൻ മാറ്റിവെക്കില്ല അല്ലാഹ്. അധികം ചിരിച്ചുകൊണ്ട് ഞാൻ എന്റെ സമയം കളയില്ല അല്ലാഹ്. ആ ചിരിക്കുന്ന സമയത്ത് കൂടി ഞാൻ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് നിന്നോട് പശ്ചാത്തപിക്കാം അല്ലാഹ്. എപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊക്കെ ഓർത്തുകൊണ്ടല്ലാ, ഇന്ന കുറ്റത്തിലേക്ക് ഞാൻ പോയി, ഇന്ന തെറ്റിലേക്ക് ഞാൻ പോയല്ലാ, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അല്ലാ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് കണ്ണ് ഏൽപ്പിച്ചുകൊണ്ട് പറയണം. ചിരിക്കാനുള്ളതല്ല നമ്മുടെ സദസ്സ്. അങ്ങനെയാണ് എനിക്ക് ആദ്യം പോലെ എന്ത് പറഞ്ഞാൽ മതി, കോമഡി അറിഞ്ഞാൽ പോരെ. ഇൽമിന്റെ സദസ്സിൽ സദാസമയത്തും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ 5 കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചാൽ ഈ 5 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. നബി തങ്ങൾ പഠിപ്പിച്ച 5 കാര്യത്തിൽപ്പെട്ട 3ാമത്തെ കാര്യം, നീ മനുഷ്യനെ ചിരിപ്പിക്കുന്നവനാകരുത്. ചിലപ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞേക്കാം, ഞാൻ ഇന്ന് കേട്ടു ഉസ്താദെ കുറച്ച് കോമഡി പറയണമെന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലാന്ന്. ഇൽമിന്റെ സദസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ
നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള സദസ്സാണ്. അതുകൊണ്ട് അള്ളാഹുവേ, നിന്നെ കുറിച്ച് ഓർത്ത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതിലുപരി അള്ളാഹുവേ നിന്റെ മുമ്പിൽ വിജയിക്കാൻ നമുക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ബിഹഖ്ഖി നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.